ബിഗ് ബോസ് 6ാം സീസൺ 3 ദിവസം പിന്നിടുമ്പോൾ ഏറ്റവും കൂടുതൽ വെറുപ്പിക്കുന്നത് രതീഷ് കുമാർ ആയിരിക്കും. എന്നാൽ അതല്ല, ഇതൊക്കെ അയാളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള അടവുകളാണെന്ന് കരുതുന്നവരുമുണ്ട്. അതേതായാലും ഈ ആഴ്ച നോമിനേഷനിലുള്ള രതീഷ് കുമാറിൻ്റെ ഗതി എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം. ആദ്യ ദിവസം ബിഗ് ബോസ് ഹൗസിലെ അടുക്കളയിലെ ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് ജാൻമണി സിഗരറ്റിന് തീ കൊളുത്തിയിരുന്നു. ഇക്കാര്യം ഒരു വമ്പൻ വിഷയമാക്കിക്കൊണ്ടായിരുന്നു രതീഷിന്റെ അരങ്ങേറ്റം. നിങ്ങൾ അടുപ്പിന്ന് സിഗരറ്റ് കത്തിച്ചാ അത് പാടില്ല, ഇവിടെ ആൾക്കാർ താമസിക്കുന്നതാണ്, അത് പൊട്ടിത്തെറിക്കാൻ. രതീഷിന്റെ ഈ അനാവശ്യ ഒച്ചപ്പാടാണ് നോമിനേഷനിൽ കലാശിച്ചത്. പിറ്റേ ദിവസം സീരിയലുകളേക്കാൾ കഷ്ടമായി രതീഷിന്റെ പെരുമാറ്റം. ജാൻമണി കെട്ടിപ്പിടിച്ചെന്നും ഇനി ഉമ്മ വച്ചാലോ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ബഹളം. അതിനെന്ത് തേങ്ങയാടാ എന്ന് പ്രേക്ഷകർക്ക് ചോദിക്കാൻ തോന്നിപ്പോകും. അത്രയ്ക്ക് വെറുപ്പീര്. പിന്നീട് സുരേഷുമായുള്ള ഉടക്കിൽ പെട്ടിയും തൂക്കി ബിഗ് ബോസിന് പുറത്തേക്ക് പോകാനായി രതീഷിൻ്റെ ശ്രമം. ഹൗസിലെ ആരും അതൊന്നും മൈൻഡ് ചെയ്തില്ല. അതോടെ നാണം കെട്ടു. കൺഫെഷൻ റൂമിൽ പോകാതെ പെട്ടിയും തൂക്കി മണിക്കൂറുകൾ കാത്തു നിന്നപ്പോഴേ എല്ലാവർക്കും കാര്യം മനസ്സിലായി. ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ട് ശരിക്കും പുറത്തു പോകാൻ രതീഷിന് ഒരാഗ്രഹവുമില്ല. എല്ലാം നാടകം. ഇതിനിടെ ഇറങ്ങിപ്പോടാ എന്ന ഗബ്രിയുടെ ആട്ടും കൂടി ആയപ്പോൾ സംഗതി കുശാലായി. ഇനി ബിഗ് ബോസ് ഹൗസിൽ അന്തസ്സും അഭിമാനവും കളഞ്ഞു കുളിച്ച ഒരുത്തനായി മാത്രമേ രതീഷിന് തുടരാനാകൂ. നാണം കെട്ടിട്ടായാലും പ്രേക്ഷക ശ്രദ്ധ ഇതിനകം രതീഷ് പിടിച്ചു പറ്റിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അത് ഇയാളുടെ ഗെയിം പ്ലാൻ ആണോ എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാനാകൂ.